The next question is, because of its reddish surface caused by iron oxide dust, this planet stands out as a glowing red dot in the night sky. What is this planet famously called? Because of its reddish surface, ചുവന്ന റെഡ് കളറിലുള്ള സർഫേസ് കാരണമായിട്ട്, കോസ്ഡ് ബൈ അയൺ ഓക്സൈഡ് ഡസ്റ്റ്, അയൺ ഓക്സൈഡ് കലർന്നിട്ടുള്ള ഡസ്റ്റ് പൊടിപടലങ്ങൾ കാരണമായി ചുവന്ന സർഫേസ്, ചുവന്ന റെഡിഷ് സർഫേസിൽ കാണപ്പെടുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്. This planet stands out as a glowing red dot in the night sky. ആകാശത്ത് സാധാരണഗതിയിൽ രാത്രിയിലെ ആകാശത്ത് ഒരു ചുവന്ന ഡോട്ട് പോലെയാണ് പലപ്പോഴും ഈ പ്ലാനറ്റ് കാണപ്പെടാറുള്ളത്. വാട്ട് ഈസ് ദിസ് പ്ലാനറ്റ് ഫേമസ്ലി കോൾഡ്? ഈ പ്ലാനറ്റിന്റെ പേരെന്താണ്? പൊതുവെ ഈ പ്ലാനറ്റ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? രണ്ട് ചോദ്യമുണ്ട്. ഈ പ്ലാനറ്റ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വാട്ട് ഈസ് ദിസ് പ്ലാനറ്റ് ഫേമസ്ലി കോൾഡ്? വിച്ച് ഈസ് ദാറ്റ് പ്ലാനറ്റ്? അത് ഏത് പ്ലാനറ്റ് ആണ്? ആ പ്ലാനറ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? It's time. It's time. The correct answer typed by Janvi and Aparnika. But അപർണിക ഒരു ആൻസറിന്റെ പകുതിയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ജാൻവി ആണ് പൂർണ്ണമായും ആൻസർ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജാൻവിക്ക് 2 പോയിന്റും അപർണികയ്ക്ക് 1 പോയിന്റും കൊടുക്കാം സാർ. പ്രശോഭ് സാർ, അപർണികയ്ക്ക് 1 പോയിന്റും ജാൻവിക്ക് 2 പോയിന്റ്. സോ അപർണിക രണ്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? റെഡ് പ്ലാനറ്റ് എന്നല്ലേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ മോളെ? ഫസ്റ്റ് മാർസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. യെസ് ഗുഡ്. പ്രശോഭ് സാർ രണ്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപർണിക്ക് ഫുൾ പോയിന്റ് കൊടുക്കാം. ഓക്കെ, മാർസ് ആണ് ആൻസർ. റെഡ് പ്ലാനറ്റ് ആണ്. റെഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് റെഡ് പ്ലാനറ്റ്. മാർസ് വിളിക്കപ്പെടുന്ന പേരാണ് റെഡ് പ്ലാനറ്റ്. ഓക്കെ ആണല്ലോ? മാർസ് വിളിക്കപ്പെടുന്ന പേരാണ് റെഡ് പ്ലാനറ്റ്. നോട്ട് ചെയ്തോളൂ. എന്തുകൊണ്ടാണ് മാർസ് റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. We have explained why Mars called as red planet in this question. Okay, so you have to search more about red planet, which means Mars. മാർസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. മാർസിലേക്ക് നമ്മുടെ രാജ്യത്ത് നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും എക്സ്കവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രകൾ നടന്നിട്ടുണ്ടോ, ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, സോ മാർസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യണം. മാർസുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസും ആവർത്തിച്ചു വരാറുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്.